കഴിഞ്ഞ നമ്മുടെ റെഡ്മി നോട്ട് 11ൻ്റെയും നോട്ട് 11 പ്രോയുടെ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കുറേ അധികം ആൾക്കാർ ചോദിച്ചതാണ് എവിടെയാണ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൻ്റെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ടിലായിട്ട് തന്നെ 5G എന്ന് എഴുതിയിട്ടുണ്ട്, 120 വാട്ടിൻ്റെ ഒരു ഹൈപ്പർ ചാർജ് ഉണ്ടെന്നൊരു എന്താ പറയുക ഒരു 120 വാട്ടെന്ന് എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് നേരെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സ് കണ്ടൻസ് നോക്കാം. സോ എൻ്റെ ഇരിക്കുന്നത് 256 GB സ്റ്റോറേജ് വരുന്ന 8 GB RAM വേരിയൻ്റ് ആണ് ഇരിക്കുന്നത്. സോ നമുക്ക് നേരെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിംഗ് പാക്കേജ് നിങ്ങൾ നോക്കണ്ട, എൻ്റയർലി ഈ ഒരു ബോക്സിംഗ് പാക്കേജ് മാറിയായിരിക്കും ഇന്ത്യയിലേക്ക് വരുന്നത്. നമുക്ക് ഇന്ത്യൻ ബോക്സിംഗ് പാക്കേജ് സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും വരുന്നത്. എക്സാക്ട്ലി നമ്മൾ റെഡ്മി നോട്ട് 11 സീരീസിൽ കണ്ട അതേ ബോക്സിംഗ് സ്റ്റൈലായിരിക്കും കൊണ്ടുവരുന്നത്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് ഫ്രണ്ടിലായിട്ട് തന്നെ റെഡ്മി എഴുതിയിരിക്കുന്നുണ്ട്. സോ ഇതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചാൽ ഇത് ചൈനീസ് വേരിയൻ്റ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇത് എൻ്റയർലി മാറുന്നുണ്ട്. സോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വരുമെന്ന് നോക്കാം. ഒരു സിമുലേഷൻ പിന്നിരിപ്പുണ്ട്, അതോടൊപ്പം നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഒരു സിലിക്കൺ കേസും ഇരിപ്പുണ്ട്. ശ്രദ്ധിക്കുക, ഇത് TPU കേസ് അല്ല, ഒരു സിലിക്കൺ കേസാണ്. ഓക്കെ, സോ നമുക്ക് സിലിക്കൺ കേസ് മാറ്റി വയ്ക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ട് 11 പ്രോ മാക്സിൽ നോട്ട് 10 പ്രോ മാക്സിൽ നൽകിയിരുന്നത് ഒരു TPU കേസ് ആയിരുന്നു, പക്ഷേ ഇതിൽ സിലിക്കൺ കേസാണ്. ഓക്കെ, സോ മെയിൻ യൂണിറ്റ് ആയ സ്മാർട്ട് ഫോണും 120 വാട്ടിൻ്റെ ഒരു ഹൈപ്പർ ചാർജർ ഇരിപ്പുണ്ട്. സോ ഈ ഒരു ചാർജറാണിത്. സോ മേ ബി ഈ ഒരു ചാർജർ ഇന്ത്യയിലേക്ക് വരാം, കാരണം ഇത്രയും ഹൈപ്പ് ചൈനയിൽ കൊടുത്ത കാരണം ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കിട്ടുന്നത് നമ്മുടെ USB Type-Cയുടെ ഒരു ചാർജിങ് കേബിളാണ്. പിന്നെ ബോക്സിൻ്റെ അകത്ത് വേറെ ഒന്നും കിട്ടുന്നില്ല, എല്ലാം ഒന്നുമില്ല ബോക്സിൻ്റെ അകത്ത്. സോ ഇത്രയും കണ്ടൻസ് ആണ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും മാത്രമാണ് ബോക്സ് കണ്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈപ്പർ ചാർജ് മാറാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്ര ഹൈപ്പ് ചൈനയിൽ കൊടുത്തു, അപ്പോൾ ഇന്ത്യയിൽ ഹൈപ്പും കൊണ്ടായിരിക്കും വരുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോൺ ഭയങ്കര വലിയ ഹൈപ്പാണ് നൽകിയത്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ മെയിൻ യൂണിറ്റിലേക്ക് കിടക്കാം, അതായത് നമ്മുടെ റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ്. ഓക്കെ, സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ഡിസൈനിൽ നിന്ന് ഒരു വ്യത്യാസമില്ല, സെയിം ആസ് നമ്മുടെ റെഡ്മി നോട്ട് 11 പ്രോ ആണ്. ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക, ഐഫോൺ ഇൻസ്പയർഡ് ഡിസൈനാണ്. ഐഫോണിൻ്റെ 12 സീരീസിലെ ഇൻസ്പയർ ചെയ്തൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടെയിലും കഷ്ണം കയ്യിൽ പിടിച്ച പോലെയാണ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടെയിലും കഷ്ണം കയ്യിൽ പിടിച്ച പോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത്. എനിവേ എനിക്ക് ഈ ഒരു ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ നോട്ട് 11 നൽകിയ ഒരു കിടിലൻ സ്ലിമ്മി ഡിസൈൻ, അതായത് നമ്മുടെ റെഡ്മി നോട്ട് 10 സീരീസ് പുറത്തിറക്കിയ ആ ഒരു സ്ലിമ്മി ഡിസൈൻ ആയിരുന്നു എനിക്കിഷ്ടം. എനിവേ എനിക്ക് ഈ ഒരു ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കയ്യിൽ വെക്കാനൊക്കെ സൂപ്പറാണ്, പക്ഷേ ഡിസൈൻ വൈസിൽ ഒരാൾക്ക് ഒരു ബിൽട്ട് ആൻഡ് കംഫോർട്ടബിലിറ്റി കാണും, പക്ഷേ എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പ് ആവുന്നവർ ഇതിൻ്റെ ബോഡിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്ലാസ് ഫ്രണ്ടാണ് നൽകിയിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലും നൽകിയിരിക്കുന്നത്. ബാക്ക് ഒരു ഗ്ലാസ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ചൈനീസ് ആണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. ചൈനയിലുള്ള എൻ്റെ സുഹൃത്താണ് ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫോട്ടോസിലെല്ലാം ചൈനീസ് ലാംഗ്വേജ് ആയിരിക്കും. സോ ഇതുവരെയായിട്ട് എൻ്റെ ഫോൺ കൈ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ ഷെയർ ചെയ്ത് വാങ്ങിച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ബൂട്ടപ്പ് ചെയ്തെടുക്കാം. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ നല്ല ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വെളിച്ചം കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്, നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. സോ നമുക്ക് MIUI 12.5 ആണ് ഇതിൽ ലഭിക്കുന്നത്. സോ ഇതൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതെവിടെ എഴുതി കാണിക്കുന്നുണ്ട് MIUI 12. ഓക്കെ, സ്ക്രീനിലേക്ക് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ആവുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ടബിൾ ആണ്. 60 Hzലോട്ട് മാറ്റാനായിട്ട് പറ്റുന്നതുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും HDR10 സപ്പോർട്ടബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 107.4 cm² വരുന്ന ഒരു കിടലൻ ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. 1080p × 2400 പിക്സൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 20:9 റേഷ്യോ ഡിസ്പ്ലേ ആണ്. 395 ppi ഡെൻസിറ്റി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു UI കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ MIUI 12.5 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 ആണ് ലഭിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ മേ ബി ആൻഡ്രോയിഡ് 12 ആയിരിക്കും വരുന്നത്. അത് ലീക്സ് ആൻഡ് റൂമേഴ്സ് പറയാണ്, പക്ഷേ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. മിക്കവാറും ആൻഡ്രോയിഡ് 12 ആയിരിക്കും കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ 11 ആയിട്ടായിരിക്കും. ഞാൻ പറയുന്നത് 11 ആയിരിക്കാം, കാരണം ഈ ഒരു വേരിയൻറ്റ് സ്മാർട്ട് ഫോണൊന്നും വരില്ല, കാരണം ഇത് മിഡ് റേഞ്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോൺസ് ആണ്. സോ ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് നമുക്ക് 4 ക്യാമറാസ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും തെറ്റിദ്ധരിക്കും. സോ ഇതിനകത്ത് 4 ക്യാമറാസ് ഉണ്ട്, പക്ഷേ ഒരു ക്യാമറ AI ക്യാമറയാണ്. ബാക്കി 3 എണ്ണവും നമ്മുടെ മെയിൻ ക്യാമറയിൽ വരുന്നതാണ്. പിന്നെ നൽകിയിരിക്കുന്നത് ഒരു ഫ്ലാഷ് ലൈറ്റ് ആണ്. സോ ഇത്രയും മാത്രമാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ
നമ്മൾ എന്താ പറയുക ഒന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചിരിക്കുന്ന രീതിയിലാണ് ക്യാമറ ബമ്പ് ഇരിക്കുന്നത്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. 2 വോളിയം ബട്ടൺസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. താഴ്ഭാഗത്ത് സിം ഇടാനുള്ള സ്ലോട്ട്, നമ്മുടെ ടൈപ്സ് കൊടുക്കാനുള്ള പോർട്ട്, പ്രൈമറി മൈക്ക്, അതോടൊപ്പം നമ്മുടെ സ്പീക്കർ ഗ്രില്ല് കാണാൻ സാധിക്കും. മുകളിലും സ്പീക്കർ ഗ്രില്ലും IR ബ്ലാസ്റ്ററും അതോടൊപ്പം 3.5mm ഓഡിയോ ജാക്കും മുകളായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്പീക്കർ ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ JBL തന്നെയാണ്. JBLൻ്റെ 2 സ്പീക്കേഴ്സാണ് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ബാസും ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. മുകളിലായിട്ട് തന്നെ JBLൻ്റെ വാട്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെക്കൻഡറി മൈക്ക് ഇരിപ്പുണ്ട്. അതോടൊപ്പം നമ്മുടെ IR ബ്ലാസ്റ്ററും 3.5 ഓഡിയോ ജാക്കും. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോണുകൾ തന്നെയാണ് IR ബ്ലാസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്ദി. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ആകെ IR ബ്ലാസ്റ്റർ വരുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. സോ എനിവേ താങ്ക്സ് ഫോർ ദാറ്റ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 204 ഗ്രാമാണ്. ചെറിയൊരു വെയിറ്റ് അല്ല. നമ്മുടെ Xiaomi Mi 11 Ultra'യുടെയും അതോടൊപ്പം നമ്മുടെ Pixel 6 Proയുടെയും അതേ വെയിറ്റ് വരുന്നൊരു സ്മാർട്ട് ഫോണാണ് ഈ നമ്മുടെ Redmi Note 11 Pro Max. സോ 8.9mm തിക്നെസ് ആണ്. കുറച്ച് വലിപ്പമുള്ള ഒരു ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതോടൊപ്പം ഇത് 5G സ്മാർട്ട് ഫോണാണ്. 2 ബാൻഡാണ്, SA-യും NSA-യും ഉള്ള 2 ബാൻഡ്സാണ് ഈ ഒരു ഫോണിൻ്റെ നൽകിയിരിക്കുന്നത്. ദാറ്റ് വാസ് ആൾസോ നൈസ്. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ നൽകിയിരിക്കുന്നത് MediaTekൻ്റെ Dimensity 920 എന്ന് പറയുന്ന ഒരു 5G 6nm പ്രോസസ്സറാണ്. 888-നേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ ഒരു പ്രോസസ്സറാണ് 6nm പ്രോസസ്സർ. സോ 5nm കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 888 കൊടുക്കാമായിരുന്നു. ബട്ട് ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് കില്ലർ എന്ന രീതിയിലാണ് Xiaomi പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും കുറച്ച് മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് നമുക്ക് Mali G68ൻ്റെ MC4 എന്ന് പറയുന്ന GPU നൽകിയിട്ടുണ്ട്. 108 മെഗാപിക്സലിൻ്റെ വാഡ് ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ മാക്രോ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 4K 30fps എടുക്കാൻ പറ്റുന്ന ക്യാമറയാണ്. ഫ്രണ്ടിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ ക്യാമറ നൽകിയിട്ടുണ്ട്. 4500 mAhൻ്റെ ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ 100% കയറുന്ന ഒരു കിടിലൻ ചാർജറാണ് നൽകിയിരിക്കുന്നത്. സോ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യൻ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു നിഗമനമില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. സോ അണ്ടിൽ ദെൻ, ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. സീ യു ഇൻ നെക്സ്റ്റ് വൺ. ബൈ.